രാത്രി 1 മണിക്ക് നീ വീട്ടിൽ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ സുമിത്രേ, 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 സുമിത്ര ഒന്ന് എഴുന്നേൽക്കൂ. സുമിത്രേ, അടുത്ത വീട്ടിലെ സുകുമാരൻ മരിച്ചു. അയാളെ ആരോ കുത്തിക്കൊന്നു. ഇന്നലെ നിങ്ങളും ഭർത്താവ് ഒരു മുറിയിലല്ലേ കിടന്നുറങ്ങിയത്? കഴിഞ്ഞ 1 വർഷമായിട്ട് അങ്ങനെയല്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഇന്നലെ എപ്പോഴാണ് സുകുമാരൻ വീട്ടിൽ വന്നത്? രാത്രി 9 മണിയായി കാണും. മദ്യപിച്ചിരുന്നു? അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ചോറ് വിളമ്പി മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത്? 10 മണിയായി കാണും. രാത്രി സുകുമാരന്റെ മുറിയിൽ നിന്ന് ശബ്ദം വരുന്നു കേട്ടോ? ഇല്ല. ഇടയ്ക്ക് കുഞ്ഞുണർന്ന് കഴിഞ്ഞില്ലേ? ഒരു പ്രാവശ്യം. അപ്പോൾ സമയം എന്തായി കാണും? പാതിരാത്രി കഴിഞ്ഞു കാണും. മുറിയിൽ നിന്ന് ശബ്ദം വരുന്നു കേട്ടോ? ഇല്ല. രാവിലെ എപ്പോഴാണ് ഉണർന്നത്? 6 മണിയായി കാണും. നിങ്ങളാണോ ശവം ആദ്യമായി കണ്ടത്? അതെ, മുറ്റമടിക്കുമ്പോ വാതിൽ തുറന്നു നടക്കുന്നത് കണ്ടു. അകത്തേക്ക് എത്തി നോക്കിയപ്പോ ഇന്നലെ ഇവിടെ ആരൊക്കെ വന്നിരുന്നു? രാജീവ് വന്നിരുന്നു, എന്റെ സഹോദരൻ.
എപ്പോഴാണ് മടങ്ങിയത്? 5 മണി കഴിഞ്ഞു. രാജീവ് എന്തിനാണ് വന്നത്? എന്നെ കാണാൻ. ഇടയ്ക്കിടെ അവൻ വരാറുണ്ട്. സുകുമാരനും രാജീവും തമ്മിൽ ഇന്നലെ കണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും വന്നിരുന്നോ? സുമിത്ര വന്നിരുന്നു. ഏത് സുമിത്ര? അയലത്ത് താമസിക്കുന്ന ടീച്ചറാ. എന്തിനാ വന്നത്? വെറുതെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം. അവർക്ക് സുകുമാരനുമായി നേരത്തെ പരിചയമുണ്ടോ? അറിയില്ല. അപ്പോ സുകുമാരനെ കൊന്നത് ആരാണെന്ന് ശ്രീദേവിക്ക് അറിയില്ല അല്ലേ? ഇല്ല. സുകുമാരൻ നിങ്ങളെ മർദ്ദിക്കാറുണ്ടായിരുന്നോ? ശ്രീദേവിയുടെ കുഞ്ഞിനെ അയാൾക്ക് ഇഷ്ടമായിരുന്നോ? അതെന്താ? കുഞ്ഞ് അദ്ദേഹത്തിന്റെ അല്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റിയാത്ത ശ്രീദേവി ഇങ്ങനെ വേദനിപ്പിച്ചപ്പോ വിഷമം തോന്നിയിട്ടില്ലേ? ശ്രീദേവി മാനസികമായി അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു അല്ലേ? സുകുമാരനെ കൊല്ലാൻ ഉപയോഗിച്ച കടാര എവിടെയാണ് വെച്ചിരിക്കുന്നത്? ദയവ് ഇതെന്നെ ഉപദ്രവിക്കരുത്. സുഖേട്ടനെ കൊന്നത് ഞാനല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എനിക്കടി മറികട. സുമിത്ര ടീച്ചറെ, ഇവിടെ പോലീസുകാർ വന്നിരുന്നു. എന്തിനാ? സുമിത്ര അന്വേഷിച്ച്. സുകുമാരന്റെ കൊലപാതക കേസ് സംബന്ധിച്ച് സുമിത്രയെ കൂടി ചോദ്യം ചെയ്യണമെന്ന്. സുമിത്രയോട് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. സതീട്ടൻ രാജേന്ദ്രനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൊലയാളിയായിരുന്നു വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ കർച്ചീഫ് നിങ്ങളുടേതാണോ? അതെ. ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു? സുമിത്ര എന്തിനാ പരിഭ്രമിക്കുന്നത്? എനിക്ക് പരിഭ്രമമൊന്നുമില്ല. സുമിത്രയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. ഈ കർച്ചീഫിലെ രക്തകറ എ നെഗറ്റീവ് ആണ്. മരിച്ച സുകുമാരന്റെ രക്തവും എ നെഗറ്റീവ് ആയിരുന്നു. ഇനി ഈ കർച്ചീഫ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയട്ടെ. സുകുമാരൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്ന്. പറയൂ, സുമിത്ര എന്തിനാണ് സുകുമാരനെ കൊന്നത്? ഞാനല്ല സുകുമാരനെ കൊന്നത്. പിന്നെ ആരാണ്? എനിക്കറിയില്ല. സ്കൂൾ കാമ്പസിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടവരുണ്ട്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പലതവണ സംസാരിക്കുന്നതും കണ്ടവരുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് ഏതെങ്കിലും സ്ത്രീ അങ്ങനെ സംസാരിക്കുമെന്ന് സുമിത്ര കരുതുന്നുണ്ടോ? പറയൂ, ആ കഠാര എവിടെ? എനിക്കറിയില്ല. ഞാനല്ല അയാളെ കൊന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. ആകെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ ജാമ്യത്തിലിറക്കണം. പാവം പെണ്ണ്, അവൾ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. നീ സമാധാനപ്പെട്. അവളെ ഇറക്കാനല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സുമിത്ര ഇവിടെ താമസിപ്പിക്കണ്ട. ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതായിരിക്കും നല്ലത്.
ഇവിടെ കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കുകയുള്ളൂ. അവളെവിടെ? മുറിയിലുണ്ട്. എപ്പോഴും കരച്ചില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല. സുകുമാരനെ കൊന്നത് സുമിത്രയല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കൂ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അമ്മയും ശശികലയൊക്കെ കാണണ്ടേ? ഞാനിനി നാട്ടിലേക്കില്ല. എനിക്ക് ആരെയും കാണണ്ട. രാജേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നാ മതി. പിന്നെ സുമിത്ര ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ പോയി അമ്മയും ശശികലയൊക്കെ ഒന്ന് കാണണം. അവർക്കൊക്കെ സുമിത്രയെ കാണാൻ തിടുക്കമായിരിക്കും. സുമിത്രയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞെങ്കിലല്ലേ അവർക്കൊക്കെ സമാധാനാവും. പൊയ്ക്കൊള്ളാം. ഞാൻ മൂലം നിങ്ങൾ അവമാനിക്കപ്പെട്ടു. ഇനി ഒരു ശല്യമായി ഞാനിവിടെ നിൽക്കുന്നില്ല. ആര് പറഞ്ഞു സുമിത്ര ഞങ്ങൾക്കൊരു ശല്യമാണെന്ന്? നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് നിർത്തൂ രാജേട്ടാ. നമുക്ക് സ്കൂളിലൊന്ന് കയറിയിട്ട് പോവാം. വേണ്ട, ഇപ്പൊ സ്കൂളിൽ പോയി ആരെയും കാണാവുന്ന ഒരവസ്ഥയിലല്ല. ടീച്ചർ എന്താ സ്കൂളിൽ വരാത്തത്? ടീച്ചറിന് വരില്ലേ? എന്നേക്കാൾ നല്ല ടീച്ചർ ഇനി പങ്കജാഷിനെ പഠിപ്പിക്കാൻ വരും. പോവാം. പെട്ടെന്നൊരു ഷോക്കുണ്ടായി. ആ തളർച്ചയിൽ മയങ്ങാണ്. അമ്മേ, അമ്മേ, അമ്മയുടെ മോളൊരു കൊലപാതകയല്ല അമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ.
പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം നീ വരുത്തി വെച്ച വിനയാണ്. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞെങ്കിലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാവും. എന്നോടൊന്നും ചോദിക്കരുത്. ഞാനല്ല സുകുമാരനെ കൊന്നത്. തെളിവുകൾ നിനക്കെതിരാണ്. നിരപരാധിയായ എന്നെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. സത്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. സുകുമാരൻ മരിച്ച രാത്രി നീ അവിടെ പോയിരുന്നു? രാജേട്ടന് ഇനിയും എന്നെ വിശ്വാസമായില്ലേ? നിന്റെ കർച്ചീഫ് എങ്ങനെ സുകുമാരന്റെ മുറിയിൽ വന്നു? കോടതി കയറാൻ തന്നെയാണോ നിന്റെ ഭാവം? ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ. ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആളുകൾ നിന്റെ മുഖത്ത് നോക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാജേട്ട. രക്ഷപ്പെടണമെങ്കിൽ മറച്ചു വെക്കുന്ന ആ സത്യം നീ തുറന്നു പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. പോലീസും സമൂഹവും ഒരു കുറ്റവാളിയായി നിന്നെ മുദ്രയടിച്ചു. സ്വന്തം മനസാക്ഷിയെ പോലും നീ വഞ്ചിക്കുന്നു. രഹസ്യങ്ങൾ ഒരു കലവറയാണ് നിന്റെ മനസ്സ്. എല്ലാം മൂടി വെച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വിധികളാണെന്ന് ധരിക്കരുത് സുമിത്രേ. ഈ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട്. അപ്പോ രാജേട്ടൻ എന്നെ കുറ്റവാളിയാക്കിയല്ലേ? സുമിത്രേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കള്ളം പറയാം. സുകുമാരനുമായി നിനക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നില്ലേ? രാജേട്ടാ, രാജേട്ടൻ എങ്ങനെ ഇത് പറയാൻ തോന്നി? പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ ഒരു ഹൃദയമാണ് നിനക്കുള്ളത്. ആ ഹൃദയം എനിക്ക് വേണ്ട. രാജേട്ടാ, സോറി, ഞാൻ പോകുന്നു. നിന്റെ ഭാവി നീ സ്വയം നശിപ്പിക്കും. എന്തിനും എന്റെയും ഭാവി കൂടി നശിപ്പിക്കണം? നിന്നോട് എനിക്ക് വെറുപ്പില്ല, സഹതാപം മാത്രം. വേണ്ട, നിങ്ങളുടെ സഹതാപവും സ്നേഹവും വേണ്ട. എത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇതും കൂടി സഹിച്ചുകൊള്ളാം. ഞാനിനി നിങ്ങൾക്ക് ഒരു ഭാരമാകുന്നില്ല. സുമിത്രയ്ക്ക് വേണ്ട, ആ വാക്കിനെ ഉരുവിടണ്ട. സുമിത്ര രാജേട്ടന്റെ ആരുമല്ല. എന്നാലും ആ രഹസ്യം പറയാൻ നീ തയ്യാറല്ല അല്ലേ? ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഈ പടി കയറില്ല. സുമിത്രേ, സുമിത്രേ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഇത്? തുറന്നു നോക്ക്. പായസം. എന്താ വിശേഷം? ഒരു നല്ല വിശേഷമുണ്ട്. എനിക്ക് ജോലി കിട്ടി. അതെ, ഒടുവിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നാളെ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം. എവിടെയാ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്ക്. ഇനി നിനക്ക് സന്തോഷിക്കാമല്ലോ. എങ്ങോട്ടാ? വെറുതെ വെളിയിലേക്ക്. സുമിത്രയുടെ ആ കേസൊക്കെ എങ്ങനെയായി? അറിയില്ല. നിനക്ക് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചുകൂടെ? അന്വേഷിക്കാം. ഇവിടെ ഇപ്പൊ സുമിത്രയും ബാബുമോനും തനിച്ചല്ലേ ഉള്ളൂ? രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? എന്ത് പറ്റി നിനക്ക്? ഞാൻ ഒറ്റപ്പെട്ടുപോയി. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. ആര് പറഞ്ഞു സുമിത്ര ഒറ്റപ്പെട്ടെന്ന്? സുമിത്രയ്ക്ക് ഞങ്ങളുണ്ട്. പിന്നെ രാജേട്ടനില്ലേ? രാജേട്ടൻ ഇനി വരില്ല. രാജേട്ടൻ പിണങ്ങിപ്പോയി. എന്താ കാരണം? സുകുമാരനെ കൊന്നത് ഞാനാണെന്ന് രാജേട്ടൻ വിശ്വസിക്കുന്നു. സുമിത്ര സമാധാനമായിരിക്കും. പിന്നെ ഈ കേസ് സംബന്ധിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ സുമിത്ര വീട്ടിലേക്ക് വരും. പോകുന്ന വഴി ഞങ്ങൾ രാജനെ കാണുന്നുണ്ട്.